Hola amigos, welcome to third video of our Algarve trip. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അൽഗാറിലെ ബീച്ചസും കേവ്സും ബോട്ട് റൈഡും ഒക്കെ കണ്ടു. ഇന്ന് നമ്മൾ ഫാറോ എന്ന പട്ടണത്തിലാണ് എത്തിയിരിക്കുന്നത്. ഫാറോ അൽഗാർവിൻ്റെ തലസ്ഥാന പട്ടണമാണ്. പുരാതനമായ മതിൽ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ പട്ടണം അറബ് ശൈലിയുടെയും യൂറോപ്യൻ പൈതൃകത്തിൻ്റെയും സംയോജനമാണ്. മിക്ക പോർച്ചുഗീസ് പട്ടണങ്ങളിലുമുള്ള പോലെ ഇവിടെയുമുണ്ട് ഒരു ഓൾഡ് ടൗൺ. കല്ലു വിരിച്ച വഴിയും നാരോ സ്ട്രീറ്റും ഓൾഡ് ടൗണിനെ വ്യത്യസ്തമാക്കുന്നു. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഫാരോ കത്തീഡ്രൽ. നിർഭാഗ്യവശാൽ ഞങ്ങൾ ചെന്ന സമയത്ത് വിസിറ്റേഴ്സ് അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് കത്തീഡ്രലിൻ്റെ ഉള്ളു കാണാൻ പറ്റിയില്ല. പക്ഷെ ഇതിനു ചുറ്റും വിശാലമായ ഒരു കോർട്ട്യാർഡ് ഉണ്ടായിരുന്നു. അതിനു ചുറ്റും കുറേ ഓറഞ്ച് മരങ്ങളിൽ നിറച്ച് ഓറഞ്ച് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു ഓറഞ്ച് കിട്ടി, പക്ഷെ ഭയങ്കര പുളിയായിരുന്നു. അങ്ങനെ പട്ടണമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നടന്നപ്പോൾ അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റിലെത്തി. വ്യത്യസ്തമായ ഭക്ഷണങ്ങളും ചീസും സോസേജസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ലൈറ്റ് ഡിന്നർ കഴിച്ച് അന്നത്തെ ദിവസം റാപ്പപ്പ് ചെയ്തു. ഹലോ അമിഗോസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ബീച്ചിൻ്റെ പേര് പ്രായ ഡോ ഫാറോ. ഇവിടെ നല്ല രസമുണ്ട്. ഞങ്ങൾ കുറച്ച് ബീച്ചിൻ്റെ അവിടെയൊക്കെ വെള്ളത്തിലൊക്കെ പോയാണ്. പക്ഷെ നല്ല തണുപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തി. ഇനി ഇവിടെ നമുക്ക് അവിടെ കാണാൻ പറ്റും കുറേ ആളുകൾ ഇങ്ങനെ മീൻ പിടിക്കാനായിട്ട് നിൽക്കുന്നത്. ആക്ച്വലി ഇന്ന് ഇവർക്ക് കോമ്പറ്റീഷനാണ്. ഏറ്റവും കൂടുതൽ ഫിഷ് ഷോർട്ട് ടൈമിൽ പിടിക്കുന്ന ആൾക്കാർക്ക് ഗിഫ്റ്റ് ഉണ്ടാവുന്നതാണ്. അവിടെ ആ വൈറ്റ് ഷർട്ട് ഇട്ട് അയാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അയാളുടെ അടുത്ത് പോയി നിങ്ങൾക്ക് വേണ്ടി വീണ്ടും സംസാരിപ്പിക്കുന്നില്ല. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇന്ന് ഞങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്, സുപ്രിയ. ഞങ്ങൾക്ക് പോർത്തോയിൽ വെച്ച് ഞങ്ങൾക്ക് കിട്ടിയൊരു കോൺടാക്ട്സ് ആയിരുന്നു. പിന്നെ ആഫ്റ്റർ സോ മെനി മന്ത്സ് ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ സുപ്രിയയ്ക്ക് ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ അറിയാം. അപ്പോൾ സുപ്രിയയുടെ കൂടെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഓക്കെ, ബൈ ബൈ. ഇതൊരു ബ്രിഡ്ജാണ്, നമ്മുടെ ഇവിടെയുള്ള ഒരു ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു റിവറുണ്ട്. ഈ റിവർ ശരിക്കും ഒരു പാഡി ഫീൽഡ് പോലെ ഒരു ഫീൽഡുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടിരുന്നു. പക്ഷെ നല്ല കാമാൻകായിട്ടുള്ള നല്ലൊരു പ്യുവർ വാട്ടർ. പിന്നെ ഇവിടെ കുറേ ബോട്ട്സ് കാണാം. സോ ഫിഷിങ്ങിനൊക്കെ ഇവരിവിടെ ഈ റിവറിൽ വരാറുണ്ട്. ഇതിന് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ഒരു എയർപോർട്ടുണ്ട്. ശരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് വരുന്നതും ലാൻഡിങ് ഡിപ്പാർച്ചർ എവറിഥിങ് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒരു കോഫി കഴിക്കാൻ വേണ്ടി കയറി. ഞങ്ങൾ ഇന്ന് ലാസ്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു അഡ്വഞ്ചർ പ്ലാൻ ചെയ്തു. ഞങ്ങളുടെ ഈ ട്രിപ്പിൽ മോസ്റ്റ്ലി ലാസ്റ്റ് പ്ലേസ് ഇതായിരിക്കും. അപ്പോൾ സൂ മറൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ്. ഇവിടെ ഡോൾഫിൻ ഷോ ഉണ്ട്, അതുപോലെ സീ ലയൺ ഷോ ഉണ്ട്, ബെഡ് ഷോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് റൈഡ്സിലൊക്കെ കയറിയിട്ട് ദെൻ 2 PM 3 PM അപ്പോൾ കറസ്പോണ്ടിങ് ടൈമിൽ ബാക്കി ഷോസ് ഒക്കെ കാണാമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് റൈഡിന്റെ വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാർക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞങ്ങളിവിടെ ഒരു സീ ലയണിന്റെ ഷോ കാണാൻ വന്നേക്കാണ്. അപ്പോൾ ഇവിടെ സീ ലയണും ഡോൾഫിന്റെ ഷോ ഉണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ നേരിട്ട് സീ ലയണിനെ കാണുന്നത്. ഇറ്റ്സ് സോ ക്യൂട്ട് ടു സീ. സൂ മറൈൻ ഒരു മറൈൻ തീം പാർക്കാണ്. ഇവിടുത്തെ മെയിൻ ആകർഷണം സീ ലയൺ ആൻഡ് ഡോൾഫിൻ ഷോയുമാണ്. ഞങ്ങൾ ആദ്യം കയറിയത് സീ ലയൺ ഷോയിലേക്കാണ്. അവിടെ അവരുടെ കുറേ തമാശ നിറഞ്ഞ പ്രകടനങ്ങളുണ്ടായിരുന്നു. സമുദ്രജീവികളുടെ കഴിവും ബുദ്ധിമുട്ടുകളും സൗഹൃദപരമായ സ്വഭാവവും അനുഭവിക്കാൻ ഈ ഷോ അവസരം നൽകുന്നു. സീലും സീ ലയണും തമ്മിൽ ഉള്ള വ്യത്യാസം അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. സീൽ കമ്പാരിറ്റീവ്ലി ചെറുതായിരുന്നു, മറിച്ച് സീ ലയണോ ഒരാളുടെ സൈസ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് സീ ലയണും ഇൻസ്ട്രക്ടറും കൂടിയുള്ള അഭ്യാസ പ്രകടനങ്ങളുണ്ടായിരുന്നു. സീ ലയൺ ഇൻസ്ട്രക്ടറെ കാലിൽ തള്ളിക്കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ ഞങ്ങൾ കണ്ടു.
ഇവരെ ഇങ്ങനെ എൻഗേജ് ചെയ്ത് നിർത്താനായി ഇടയ്ക്കിടയ്ക്ക് ചെറുമീനുകൾ തീറ്റയായി കൊടുക്കുന്നുണ്ടായിരുന്നു. തള്ളിക്കൊടുക്കണം. ശേഷം ഞങ്ങൾ ഇവിടുത്തെ ആകാശഊഞ്ഞാലിൽ കയറി. പാർക്കിൻ്റെ ഫുൾ വ്യൂ ഇവിടുന്ന് കാണാമായിരുന്നു. അത്ര വലിയ പാർക്കൊന്നും അല്ലായിരുന്നു അത്. പിന്നീട് ഞങ്ങൾ പോയത് 4 പേർക്ക് കൂടി പോകാൻ പറ്റുന്ന ജുറാസിക് റൈഡ് എന്നൊരു വാട്ടർ റൈഡിലായിരുന്നു. നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡിൽ. അതൊരു ഷോർട്ട് റൈഡ് ആണെങ്കിലും രസമായിരുന്നു. കുറേ റൈഡ്സൊക്കെ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഡോൾഫിൻ ഷോയ്ക്ക് സമയമായിരുന്നു. ഡോൾഫിൻസ് ഒക്കെ വളരെ ആക്റ്റീവായിരുന്നു. അവർ നല്ല ഹൈറ്റിൽ ചാടുന്നത് കാണാൻ വളരെ രസമായിരുന്നു. ഡോൾഫിൻ്റെ സൗണ്ടൊക്കെ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. എല്ലാ ഡോൾഫിൻസും കൂടി ഡാൻസ് ഒക്കെ ചെയ്തു. അവർ കാണികളുടെ ഇടയിലേക്ക് ബോളൊക്കെ തട്ടിയിട്ടു. ഇൻസ്ട്രക്ടറിനെ മൂക്കിൻ തുമ്പിലൊക്കെ ഡോൾഫിൻസ് കൊണ്ടുപോയി. ഏകദേശം ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നു ഡോൾഫിൻ ഷോ. എന്തുകൊണ്ടും മറക്കാൻ പറ്റാത്ത ഒരു ഷോ ആയിരുന്നു അത്.
അങ്ങനെ ഡോൾഫിൻ ഷോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വാട്ടർ സ്ലൈഡും വേവ് പൂളും ഒക്കെ എൻജോയ് ചെയ്തു. പക്ഷെ ഇവിടുത്തെ റൈഡ്സ് ഒന്നും നാട്ടിലെ വണ്ടർല പോലെ അത്ര അഡ്വഞ്ചർസ് ഒന്നും ആയിരുന്നില്ല. ഓവറോൾ ഈ അൽഗാർവ് ട്രിപ്പ് അടിപൊളിയായിരുന്നു. നല്ല ക്ലൈമറ്റും കുറെ രസകരമായ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും കൊണ്ട് ഈ യാത്ര അതിമനോഹരമായിരുന്നു. പോർച്ചുഗലിൽ വരുന്നവർ എന്തായാലും വന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അൽഗാർവ്. അപ്പോൾ ഈ അൽഗാർവ് ട്രിപ്പ് സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഭാവിയിലെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.